വെൽക്കം ഓൾ ടു അനദർ വീഡിയോ ഓഫ് വോയിസ് ഓഫ് അലൈഫ്. ഈ വീഡിയോയിൽ ഹീബ്രു അക്ഷരമാലയിലെ ആറാമത്തെ അക്ഷരമായ വൗ എന്ന അക്ഷരത്തിൻ്റെ ഒരു ചെറിയ വിശദീകരണമാണ്. ഈ ചിത്രത്തിലെ ഹീബ്രു അക്ഷരമായ വൗ ആണ് ഹൈലൈറ്റ് ചെയ്തിരിക്കുന്നത്. വൗ എന്ന അക്ഷരത്തിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് നെയിൽ, സെക്യൂർ, ആഡ് ഓർ ആൻഡ് എന്നിവയൊക്കെയാണ്. വൗ എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് സൂചിപ്പിക്കുന്നത് ചെറിയ വളഞ്ഞ ഒരു കൊച്ചു കൊളയം അല്ലെങ്കിൽ ഹുക്ക്, നെയിൽ എന്നിവയൊക്കെയാണ്. ഇത് വസ്തുക്കളെ ചേർക്കുന്നതിനും പൂട്ടിയിടുന്നതിനും ഉപയോഗിക്കുന്ന ഒരു നെയിലിനെ സൂചിപ്പിക്കുന്നു. ഹീബ്രു ഭാഷയിൽ വൗ എന്നും ചേർക്കുക എന്നും അർത്ഥവുമുണ്ട്. ഒരുപാട് വാക്കുകളിൽ ആൻഡ് എന്ന അർത്ഥത്തിൽ സന്ധിക്കായി ഉപയോഗിക്കുന്നു. വൗവിന് ഗ്രീക്കുകാർ സീറ്റ എന്നു പേരിട്ടു. എന്നാൽ അവരത് ഇസഡ് ശബ്ദമായി ഉപയോഗിക്കാൻ തുടങ്ങി. ഗ്രീക്കിൽ നിന്ന് ലാറ്റിൻ ഭാഷയിൽ വരുമ്പോൾ അക്ഷരത്തിൻ്റെ രൂപം ചില മാറ്റങ്ങൾക്ക് വിധേയമായി. സീറ്റയുടെ പഴയ രൂപത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലാറ്റിൻ ഭാഷയിൽ എഫ് അക്ഷരമുണ്ടായി. ലാറ്റിൻ അക്ഷരം എഫ് പിന്നീട് ലാറ്റിൻ വഴി ഇംഗ്ലീഷ് അക്ഷരമാലയിലേക്ക് കടന്നു. വൗ എന്ന അക്ഷരത്തിൻ്റെ പിക്ടോഗ്രാഫ് ഒരു കൂടാരം ഭൂമിയിൽ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന പെഗ് അല്ലെങ്കിൽ ഹുക്ക് പോലെ എന്ന് പറഞ്ഞു. ഇതിൻ്റെ രൂപം വൈ ആകൃതിയിലാണ് ഇരിക്കുന്നത്. കാരണം അത് നൂലോ ചരടോ നല്ല നിലയിൽ പിടിച്ചു നിർത്താൻ ഉപയോഗിച്ചിരുന്ന ഒരു വസ്തുവിനെയാണ് സൂചിപ്പിക്കുന്നത്. ഇതിൻ്റെ പ്രധാന അർത്ഥങ്ങൾ എന്ന് പറയുന്നത് ഒരു വസ്തുവിനെ ഉറപ്പിക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം, ഏതെങ്കിലും വസ്തുക്കളെ പരസ്പരം ചേർക്കാൻ ഉപയോഗിക്കുന്നത് അല്ലെങ്കിൽ വസ്തുക്കളെ ചേർത്ത് പിടിക്കാൻ ഉപയോഗിക്കുന്നത്, രണ്ട് കാര്യങ്ങളെ ഒന്നായി മാറ്റുക അല്ലെ ഉറപ്പായി ചേർത്ത് നിലനിർത്തുക എന്നിവയൊക്കെയാണ്. ഏർലി ഹീബ്രുവിലായിരുന്നു പെഗ്ഗയുടെ രൂപം വൈ ആകൃതിയിൽ ഉള്ള ഒരു അക്ഷരരീതി. പിന്നീട് മിഡിൽ ഹീബ്രു, ലേറ്റ് ഹീബ്രു, പിന്നീട് മോഡേൺ ഹീബ്രു, അതായത് ഇന്നത്തെ വൗ എന്ന പ്രിൻറ്റഡ് ഫോമിലേക്ക് മാറുകയാണ് ഉണ്ടായത്. വൗ എന്ന അക്ഷരത്തിൻ്റെ ആത്മീക അർത്ഥം എന്ന് പറയുന്നത് ആകാശവും ഭൂമിയും തമ്മിൽ ബന്ധിക്കപ്പെടുന്ന ഒരു നെയിലാണ് ഈ വൗ. ഇത് ദൈവവും മനുഷ്യനും തമ്മിലുള്ള ബന്ധം പ്രതിനിധീകരിക്കുന്നു. വൗ കൊണ്ട് സൂചിപ്പിക്കുന്ന ആണി, അത് മനുഷ്യനെയും ദൈവവുമായി ബന്ധിക്കപ്പെടുന്ന ക്രൂശിൻ്റെ ആണി, അതായത് ക്രിസ്തു പാപങ്ങൾക്ക് വേണ്ടി മനുഷ്യൻ്റെ പാപങ്ങൾക്ക് വേണ്ടി കുരിശിൽ മരിച്ച ബലിയെ, ആണിയിൽ തറക്കപ്പെട്ട ബലിയെയാണ് സൂചിപ്പിക്കുന്നത്. ഇതാണ് വൗ എന്ന അക്ഷരത്തിൻ്റെ ആത്മീയ അർത്ഥം. വൗ അക്ഷരം ഹീബ്രു ഭാഷയിലെ ആൻഡ് എന്ന അർത്ഥത്തിൽ ഉപയോഗിക്കുന്നത് രണ്ട് വസ്തുക്കളെയോ ആശയങ്ങളോ തമ്മിൽ ബന്ധിക്കുന്ന ഉദ്ദേശത്തിലാണ് ഉപയോഗിക്കുന്നത്. ഇന്നും നമ്മൾ ഹീബ്രു അക്ഷരം വൗവിനെ കുറിച്ച് പഠിച്ചു. വീണ്ടും പുതിയൊരു വീഡിയോയിൽ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.